ഹലോ എവ്രി വൺ. ഈ ഇടയ്ക്ക് എനിക്ക് കുറേ DMs വന്നു കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് പാട്ടിൻ്റെ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എവിടെയാണ്, എന്താണ് പരിപാടി, നീലിമ ഒരു അനക്കമൊന്നുമില്ലല്ലോ, എന്താണ് അറിയുന്നില്ല. എൻ്റെ ഒരു പ്രഗ്നൻസി അനൗൺസ്മെൻറ്റ് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് ഞാനങ്ങ് സൈലൻ്റ് ആയിപ്പോയി. കാരണം ഇപ്പം 35 വീക്സായി. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നു. മോസ്റ്റ്ലി വീട്ടിൽ തന്നെയാണ്. പിന്നെ ഇപ്പം മെറ്റേണിറ്റി ലീവ് തുടങ്ങിയത് കൊണ്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല ഈ ആഴ്ച തൊട്ട്. അപ്പം അങ്ങനെ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയും കുഞ്ഞിനെ റെഡിയാക്കേണ്ട ബാസിനെറ്റും സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ ബിസി ആയിട്ട് പോകുന്നു വീട്ടിൽ തന്നെ. ഇനിയിപ്പോൾ അധികം കുറച്ചും കൂടി ആഴ്ചകളേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനി അധികം നാൾ വെയിറ്റിങ്ങും ഇല്ല നമ്മൾക്ക് ബേബിക്ക് വേണ്ടി. അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ പിടിക്കാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ മുടിയൊക്കെ പറ്റുന്ന രീതിയിലൊന്ന് സെറ്റാക്കി വെക്കും. കുറച്ച് നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് കെയർ ആവശ്യമാണല്ലോ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് തന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു ഗുഡ് ഫീല് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ എന്തുവാന്നേ എങ്ങനെ ഇരിക്കുന്നു വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ മെറ്റേണിറ്റി ആയതുകൊണ്ട് ഞാനും എൻ്റെ മോളും ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇപ്പം ഓഫീസിൽ പോയേക്കുവാണ്. അപ്പം മോളുടെ സ്കൂളിപ്പോൾ അവധിയായി. ഇവിടെ നെതർലൻഡ്സിൽ ഞങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റ് ഈ 2 മാസമാണ് അവധി വരുന്നത് പിള്ളേർക്ക്. 1.5 മാസം അവധിയുണ്ട്. അപ്പോൾ ഇനി അവൾക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എനിക്കും കഴിക്കണം എന്തെങ്കിലും. പിന്നെ അത്യാവശ്യം ഡയബറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് കാരണം സമയത്തിന് എനിക്ക് ബ്ലഡ് പ്രിക്ക് ചെയ്ത് ഷുഗർ റീഡിങ്സൊക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കണം. അപ്പം അതിന് മുന്നേ ഞാൻ ഓർത്ത് ചുമ്മാ ഇച്ചിരി ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായിട്ട് എവിടെയും പോകാനല്ല കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് മാക്സിമം ഞാൻ ഈ ടോയ്ലറ്റിൽ നിന്ന് പോകുന്നത് അങ്ങോട്ട് ആ കിച്ചണിലെ ഏരിയയിലേക്കാണ്. അത് അടുത്ത ക്ലിപ്പിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കയറുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ചെറിയൊരു ബഹുമാനമൊക്കെ തോന്നും. അതിനുവേണ്ടി ഇങ്ങനെ റെഡി ആവുന്നതേ ഉള്ളൂ. നെതർലൻഡ്സിലെ മെറ്റേണിറ്റി നമുക്ക് വരുന്നത് ഏകദേശം 4 മാസമാണ്. 4 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പേയിൽ 4 മാസമാണ്. ഇപ്പോൾ എൻ്റേത് ഒരു ജാപ്പനീസ് കമ്പനിയാണ്. അപ്പം അവർ മിനിമം എന്നുള്ളത് ഒരു മിനിമം 4 മന്ത്സാണ് അവരിപ്പോൾ തന്നേക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, അങ്ങനെ അല്ലാത്ത കമ്പനീസും ഉണ്ട്. 6 മന്ത്സൊക്കെ കൊടുക്കുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കിപ്പം 4 മാസം കിട്ടുന്നതിൽ എനിക്ക് ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. കാരണം 4 കഴിഞ്ഞാൽ നമുക്കും കുറച്ച് എന്താ പറയുക, വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് തിരിച്ചൊന്ന് വർക്ക് സ്പേസിലേക്ക് പോകുന്നത് കുറച്ച് ഫീസിബിളായിട്ട് എനിക്ക് തോന്നാറ്. കാരണം ഞാൻ ഒരിക്കലും വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടുള്ളൊരു ആളല്ല. എനിക്ക് എപ്പോഴും ത്രൂ ഔട്ട് മൈ ലൈഫ് കോളേജ് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് എപ്പോഴും ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പം ഐ വുഡ് പ്രിഫർ തിരിച്ചു പോകുന്നത്. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ 4 മാസം മതിയാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചെറിയ നമുക്ക് വേണമെങ്കിൽ 4 ദിവസം ജോലി ചെയ്യാം, 5 ദിവസത്തിന് പകരം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പം കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ് ഇവിടെ. പിന്നെ ഇവിടെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മുടെ കൊലീഗ്സൊക്കെ എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യും, ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ ഹെൽത്ത് നോക്കണം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് നമ്മളൊരു കുഞ്ഞിനെ ഇപ്പം പ്രസവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരത് വലിയ കാര്യമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ലൈക്ക് വി ആർ ഡൂയിങ് എ വെരി ബിഗ് തിങ്, ബ്രിങ്ങിങ് എ ലൈഫ് ഇൻ ടു ദിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് പൊതുവേ എനിക്കിവിടെയുള്ള ആളുകളിൽ നിന്ന് ഫീൽ ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മളുടെ ബോസ്സാണെങ്കിലും വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ലേറ്റായിട്ട് ഓഫീസിലെത്തി, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, ബൈ ദ ക്ലോക്ക് അവരൊരിക്കലും പോകില്ല. അതേ വെരി അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എനിക്ക് നെതർലൻഡ്സിലെ പൊതുവേ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഓവറോൾ ഇതുവരെ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. എല്ലാത്തിനും നല്ല കെയർ കിട്ടാറുണ്ട്. ഇനി ഡെലിവറിക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതല്ലാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഫ്യൂച്ചറിൽ ഇടാമെന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാനും, ഡെലിവറി എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റും മിഡ്വൈഫിൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് നെതർലൻഡ്സിലൊരു പ്രഗ്നൻസി നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം ഇപ്പം എൻ്റെ മൂത്ത മോൾക്ക് 8 വയസ്സാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇന്ത്യയിലായിരുന്നു. അപ്പം നെതർലൻഡ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടോ ഒന്ന് ഫ്യൂച്ചറിൽ ഇടണമെന്ന്
അപ്പോൾ സാധാരണ മെറ്റേണിറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 4 വീക്സ് അല്ലെങ്കിൽ 6 വീക്സ് എങ്കിലും പറഞ്ഞ ഡ്യൂ ഡേറ്റിന് മുന്നേ നമ്മൾ ഓഫീസിൽ നിന്ന് ഓഫ് എടുത്ത് നമ്മൾ പോകണം. അതിവിടുത്തെ മാൻഡേറ്ററി ആയിട്ടുള്ള ബൈ ലോ ആയിട്ടുള്ള ഒരു റൂളാണ്. നമ്മളത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്നത് 4 വീക്സിന് മുന്നേ പോകാനാണ്. അപ്പോൾ എൻ്റെ ഡ്യൂ ഇപ്പോൾ ഓഗസ്റ്റ് 2nd വീക്ക് പറഞ്ഞാൽ ജൂലൈ 2nd വീക്ക് തൊട്ട് ഞാൻ ഓൾറെഡി 4 വീക്സ് മെറ്റേണിറ്റി ലീവിന് പോയി. എനിക്ക് വേണമെങ്കിൽ 6 വീക്സ് എടുക്കാം. പക്ഷേ നമ്മൾ ചിന്തിച്ച് വരുവാണെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു 2 വീക്കും കൂടി എക്സ്ട്രാ കിട്ടുന്നതാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് കുഞ്ഞിനുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ റോക്കിംഗ് ചെയർ അല്ലെങ്കിൽ തൊട്ടിൽ, പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള പമ്പ്, അങ്ങനെ ബാത്ത് ടബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിനി സെറ്റ് ചെയ്യുന്നതിലേക്കായിരിക്കും എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം. ഇത്രയും നാളായിട്ട് പിന്നെ ഓഫീസിലൊക്കെ പോകുന്നത് കൊണ്ട് നമുക്കിതങ്ങ് കംപ്ലീറ്റ്ലി വീടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പം ഉള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കുറച്ച് ക്ലിയർ ചെയ്തിട്ട് എക്സ്ക്ലൂസീവ്ലി കുഞ്ഞിന് വേണ്ടിയുള്ള സ്പേസ് നമ്മുടെ ബെഡ്റൂമിനകത്താണെങ്കിലും ഈവൻ വെളിയിലാണെങ്കിലും റോക്കിംഗ് ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റപ്പ് ചെയ്യണം ബേസിക്കലി. അപ്പം ഹസ്ബൻഡിനും കൂടെ പറ്റുന്ന സമയമാകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി വരുന്ന ആഴ്ചകളിൽ ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. ഈ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ബൈ.